അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണാന്നൊക്കെ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്താണല്ലോ. അപ്പോൾ ഇന്നാണ് യാമിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കുന്നത് കേട്ടോ. ഇന്നലെയാണ് ശരിക്കുള്ള ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പട്ടാമ്പി വീട്ടുകാരും ഭൂത വീട്ടുകാരും രണ്ട് വീട്ടുകാരും കൂടെ അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ടല്ല, കുറേ ആയി ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂടലിനും അപ്പോൾ യാമിക്കുട്ടിയുടെ ബർത്ത്ഡേക്കും ഒക്കെ കൂടെ ആയിട്ടുള്ള കൂടൽ ദിവസമാണ് കേട്ടോ. ഇന്ന് ഈവനിങ്ങിനാണ് പരിപാടി വെച്ചിരിക്കുന്നത്. 5:30 മണിക്ക് കേക്കൊക്കെ മുറിക്കണം. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം. എത്ര കാലം എത്രയ്ക്ക് ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാൻ പറ്റും. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ കൊല്ലം അത് ആഘോഷിക്കണം അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ ഒരു നമ്മളൊരു മൂഡ് പോലെയാണ്. ഞങ്ങൾക്കൊരു മൂഡ് ബർത്ത്ഡേ ഇങ്ങനെ കേക്കൊക്കെ മുറിച്ചിട്ടൊക്കെ ആഘോഷിക്കണം, വെറുതെ കാണാനൊരു രസം. അപ്പോൾ ഞങ്ങളൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. എൻ്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ, ഞാൻ തയ്ച്ചതാണ്. ഇനി ഇതേപോലെ തന്നെ യാമിക്കുട്ടിക്കും റനക്കുട്ടി നാടെ ഒരുങ്ങുന്നുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ബൂബുക്കുട്ടനും ഷെഫ്കുട്ടനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷെഫ്കുട്ടൻ അയർലൻഡിലും ബൂബുക്കുട്ടൻ അങ്ങോട്ടും പോയി. ഓനക്കൊരു ബോ കൂടി ഉണ്ടാക്കും. ഞാൻ എപ്പോഴും ഡ്രസ് കോഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് റെനൻ്റെ ഡ്രസ്സ് റെന ഒരുങ്ങി കഴിഞ്ഞോ കാണിച്ചു കൊടുക്കാന്? പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ഡ്രസ് ഒന്നല്ല കേട്ടോ, സാധാരണ ഡ്രസ്സാണ്. ഷോൾ കിട്ടിട്ട് നല്ല രസമുണ്ട്. എല്ലാരും പറയും എങ്ങനെയുണ്ട്. എനിക്ക് അളവൊക്കെ അയച്ചു തന്നിട്ട് ഞാൻ തയ്ച്ചാണ്. ഇതാണ് എൻ്റെ മരുമോൾക്കുള്ള ആദ്യത്തെ കുപ്പായം. ഇനി വെച്ചടി കയറ്റാക്കരുന്ന് അവള് പറയുന്നത്. കൈയാണ് കേട്ടോ ഹൈലൈറ്റ്. പക്ഷെ അവൾക്ക് ഷാൾ ഇങ്ങനെ പൊതച്ചിടുന്നതാ ഇഷ്ടം. അപ്പൊ ഞാൻ ഒരു കൈ ഇങ്ങനെ കാണിക്കൊണ്ട് പറഞ്ഞിക്ക. ഇനി ഇവിടെ കുറച്ച് ലൂസാക്കി, എന്താ വെച്ചാൽ ഒരു കംഫർട്ട് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. ടൈറ്റ് ആക്കേണ്ടതൊന്നും വന്നിട്ടില്ല, ഒറ്റ ടൈക്കിൽ ഓക്കെ ആയില്ലേ. ഇനി അങ്ങോട്ട് മമ്മ ഡ്രസ് അടിച്ചിരുന്നതായിരിക്കും. അവൾക്ക് ഒരുങ്ങിയൊക്കെ വന്നപ്പോൾ അവൾക്ക് പുതിയ എണ്ണങ്ങളെ പോലൊരു ടെൻഷൻ. വെള്ളം കുടിക്കാൻ വയ്ക്കുക. ഇപ്പൊ യാമി പെണ്ണിനെ ഒരുക്കണം. യാമിക്കുട്ടിന്റെ ഡ്രസ്സാട്ടോ ഇത്. ബർത്ത്ഡേ ഗേൾ എന്റെ അലമാർക്കുള്ളിൽ പണി പപ്പന്റെ അലമാറിനുള്ളിൽ ഒളിച്ചിരിക്കുക. എനിക്ക് കണ്ണാടി നോക്കിയിട്ട് മതിയാവണില്ല കേട്ടോ. യാമിക്കുട്ടിന്റെ കുപ്പായി എല്ലാവർക്കും കാണിച്ചിട്ട് മൂന്നാളെ കുപ്പായി. എനിക്ക് ഇവിടെ കുറച്ച് ഡിസൈൻ എടുത്തു. ഓൾക്ക് പിന്നെ ഹാഫ് എടുത്തു. ഓളുടെ നമ്പറിലാ കെട്ടാണ്. നമ്മളെല്ലാരും കളറാ. യാമി രാജിതാക്കുന് കാണിച്ചു കൊടുക്ക ഡാൻസ്. രാജി സ്കൂൾ ഇട്ടിട്ട് നേരിട്ട് ഇങ്ങോട്ട് വന്നിക്കട്ടെ. അപ്പൊ ഓനക്ക് കാണിച്ചു കൊടുക്ക ഡാൻസ്. അവൾക്ക് ഞാനൊരു റിബൺ വെച്ചെടുക്കണ തലയിൽ. ഇപ്പൊ ഇതൊന്ന് റെഡിയാക്കിയാലോ. ബർത്ത്ഡേ ബേബിന്റെ പപ്പേ. ഒന്നൊന്നര പപ്പയാണ്. ബർത്ത്ഡേ ബേബിന്റെ ഭാബി. ഒന്നൊന്നര ഭാബിയാ. പൊലിവ് ആകെ പൊലിവില. അന്നാണ് വെള്ളം കളിക്കാൻ ഏൽപ്പിച്ചിരിക്കണത്. മത്തങ്ങ ജ്യൂസ് ഒരാൾക്ക് കുടിച്ചോ? എല്ലാരും വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഞാൻ അടിച്ച ഡ്രസ്സ്? വെള്ളം കൊടുക്കാൻ അവളെ ഏൽപ്പിച്ചിരുന്നേ. എബിലോട്ടി ജാസ്മിനൂട്ടി ഇമ്മച്ചി എല്ലാവരും വന്നു. പിന്നെ ഉപ്പി ഇമ്മയൊക്കെ വന്നു. പിന്നെ ക്യാമറാമാൻ വന്ന് ഫോട്ടോ എടുക്കാൻ കേട്ടോ. അവിടെ ഇനി അടുത്തൊരു ഫോട്ടോഷൂട്ടാണ്. നീക്കാരി വീട്ടിൽ എല്ലാവരും കൂടെ എത്തിയിട്ടില്ല. നമുക്കൊരു ഇരുണ്ട പോലെ കേട്ടോ. അത് ഈ നേരത്തിൻ്റെ ആണ്, ഇത്രക്ക് ഇരുളിച്ചില്ല. ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് കേക്ക് ഞങ്ങളെ ഫാമിലി ആരാ പോയി കുന്നത് കയറി കുത്തിരിക്കണത്? ഇമ്മി ഇപ്പി ഒരു കുടുംബക്കാരാണ്. ഉമ്മാന്റെ എളാപ്പാന്റെ മകളും അമ്മാവന്റെ മകനുമാണ് ഇരിക്കുന്നത്.
ആരെ മനസ്സിലായില്ല റേന? മോന് ബർത്ത്ഡേ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അറിയില്ലേ ഞങ്ങൾ വീഡിയോ കോൾ വിളിക്കലുണ്ടല്ലേ? എല്ലാരും വന്നിട്ടില്ലല്ലോ, 5:30 മൂത്ത ജ്യേഷ്ഠന് രണ്ടാമത്തെ ജ്യേഷ്ഠന് എല്ലാരും വന്ന നമുക്ക് കേക്ക് മുറിക്കാന് വലിയ കേക്ക്, കട്ട് ചെയ്ത കേക്ക്. രാവിലെ മുതൽ തുടങ്ങി ദീദിക്ക് കേക്ക് തരണട്ടോ, ദീദിക്ക് കേക്ക് തരണട്ടോ. രാവിലെ കേക്ക് ഞാൻ കുട്ടിയോട് കട്ട് ചെയ്യാനുള്ള കേക്ക് ഞാൻ കട്ട് ചെയ്യാനുള്ള. ഷെഫ്കൂട്ടനുണ്ടോ അവിടെ? ആ അത് ഞാൻ ഓല വെച്ചതാണ്. ഞാൻ ഷെഫ്കൂട്ടൻ വീഡിയോ കോൾ വിളിക്കണ്ടോ വിചാരിച്ചു. ഓള് രണ്ടാളും ഇവിടെ കൊടുന്നു വെച്ചു. അൻഷിമോളും കുട്ടികളും. എന്റെ ഉപ്പച്ചി വന്നിട്ടില്ലേ? ഉപ്പച്ചി വന്നിട്ടില്ലേ? ആദ്യമേ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കാന്. യാമിന്റെ കേക്ക്. ആ ബലൂണാണ്. ഒരുമിച്ച് കട്ട് ചെയ്തോ രണ്ടുപേരും? അഡ്ജസ്റ്റ് ചെയ്യാ, നിരാശപ്പെടുത്തിയിട്ടില്ല. എന്റെ മോള് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. കേക്ക് കട്ടിങ്ങിന്റെ സമയം കഴിഞ്ഞിട്ട് വരാച്ചിട്ടായിരുന്നു. ചെറുപ്പക്കാരിരുന്നോണ്ട് പറഞ്ഞപ്പോ എല്ലാവരും ഇരുന്നോളൂ. വയസ്സായവർക്കൊക്കെ കസേര തുടങ്ങി. ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള എല്ലാരും കൂടി ഒരു ഫ്രെയിമിൽ കൊള്ളണില്ല കേട്ടോ. മോളാ ഗ്യാപ്പിൽ തൽക്കാലം അവിടെ നിന്നോട്ടെ. അൻഷിമോളൊക്കെ ഇവിടെ ഇരിക്കാം. ചട്ടപ്പെട്ടി മാത്രം തോന്നുന്നുണ്ട്. ഓടി രക്ഷപ്പെടുന്നു. ഞങ്ങൾ ഓടി പിടിക്കുമല്ലോ. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു, ഞങ്ങൾ ഫോട്ടോഷൂട്ടും കഴിഞ്ഞു. ഇനി സമ്മാനദാനാണ് കേട്ടോ. ഷെഫ്മോനുണ്ട് ബർത്ത്ഡേക്ക്. ഷെഫ്മോനൊരു ബർത്ത്ഡേ വിരോധിയാണ്, അതുകൊണ്ട് എനിക്ക് വലിയ മിസ് ചെയ്യണമെന്നില്ല. ഓനക്ക് ഇതൊന്നും വലിയ ഇഷ്ടം. പക്ഷെ നമ്മളൊക്കെ കൂടുന്നതിന് വലിയ സങ്കടം ഉണ്ടാവും കേട്ടോ. മോനെ ജമീസിന്റെ അംബാസഡറാണ് കേട്ടോ. അപ്പൊ അതിന് സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെയാണ്.
മോതിരം നോക്കട്ടെ അമ്മേ. അങ്ങനെ ആ തിരക്കൊക്കെ കഴിഞ്ഞ് സമ്മാനദാനം ഫുഡ് കഴിക്കണം. മരുന്ന് കഴിഞ്ഞിട്ടല്ലോ ഫുഡ് കഴിക്കണം. എല്ലാവരും ഓരോ ഭാഗത്ത് കുശലങ്ങൾ പറയും. ഇവിടെ ഒരു ടീമുണ്ട്, ഇവിടെ ഒരു ടീമുണ്ട്, ഇവിടെ ഒരു ടീമുണ്ട്. തിരക്കാം. ചിക്കൻ സുർബിയാനല്ലേ രണ്ടാള് നടന്നോളി. കൊട്ട പിടിച്ചിട്ട് ചോദിച്ചറിയാ. എല്ലാരും വരെ ഞാൻ സുഖക്കെട്ട കുപ്പായൊക്കെ ഇട്ടിങ്ങനെ ഇട്ടോ രാവിലത്തെ സുഖക്കെട്ട. ചെറിയ പാട്ടുകാരന്റെ രണ്ടാമത്തെ കുട്ടിയുണ്ട്, ജാമ്യക്കുട്ടിന്റെ കൂട്ടുകാരിയാണ്. ഞങ്ങള് ചോറ് കഴിക്കട്ടെ. എല്ലാരും പുറത്തെ ചോറ്. എന്താ പറയാ എന്തിനാ ഉണ്ടാക്കാം അന്ന വീഡിയോയിൽ ഇത് കരയുടെ കാണുന്നുണ്ട് കേട്ടോ. കാണുന്നത് വീഡിയോയിൽ കാണും. സ്ഥലല്ലേ നമ്മളെല്ലാരും സെറ്റായോ? കുന്നപ്പള്ളിയിലുള്ളത് അത് ഞങ്ങളെ കുടുംബക്കാരൻ തന്നെ. ആ ഫുഡ് നല്ല ടേസ്റ്റാണ്. പിന്നെ ആരാ ഈ ഭക്ഷണം ഉണ്ടാക്കിയാള്? പഴയ ട്രിക്കാക്ക് ദ്വയർക്കുന്നുണ്ട്. സപ്ലയർമാരാ കയ്യഴിക്കണ അവിടെ വമ്പൻ തിരക്കാണല്ലോ. നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളെ കുട്ടികള് ഒക്കെ ക്ലീൻ ചെയ്യാം. ബിരിയാണി, മന്തി, കുട്ടികളുടെ ബർത്ത്ഡേ ഗേൾ ഇവിടെ ഉണ്ടായിരുന്നോ? വല്യപ്പ 19 വയസ്സായി എന്താ അവർക്ക് വല്യപ്പയാല്. മോളൂന്ന് വിളിക്കണേ മോളുവാണ്. എന്റെ അയൽവാസിക്കാരാണ് കേട്ടോ, അയൽക്കാര്. ഓൾഡ് അമ്മായിയാണ്. ഓൾഡ് അമ്മായി ആയിക്കുള്ളതാ. റിൻഷാബിന്റെ കോണാണ് കേട്ടോ. ഫ്രീസറിലല്ലേ? ഇതാണ് നാരങ്ങ. അമ്മ പറഞ്ഞിരുന്നു നല്ല നാരങ്ങയാണെന്നൊക്കെ. ആര് പോണ തിരക്കാ. ഇതൊരു 500 രൂപ ടേബിളിന്റെ അടുത്തായിരിക്കും ഇഷ്ടപ്പെടാൻ നാളെ തരുള്ളൂ. ആയിക്കോട്ടെ. പറഞ്ഞാൽ എന്താ പറയാ നേരം പൊക്കോളൂ. ഈ കുട്ടീനെ വേണ്ടേ? പോയാണ് അടുത്ത
ഇതിക്ക് പറ്റിയ പിങ്ക് ഷാൾ ഉണ്ടോന്ന് ഓളിനോട് എനിക്ക് പറ്റിയ പിങ്ക് ഷാൾക്ക് ഇതുവരെ കിട്ടിയിട്ട് കൊണ്ടുപോയിട്ടത് അപ്പോഴാണ് ഇവള് നിട്ട് വന്നിക്കണത് ശൈത്യന്റെ മോചം സ്റ്റിക്കറൊക്കെ മോചന ഇതാ വേണ്ടി തെളിവെടുപ്പ് പരിപാടി കഴിഞ്ഞോട്ടായിരുന്നു പരിപാടി ഏകദേശം സമാപിക്കാനായപ്പോ തന്നെ ശൈത്യം തന്നെ മോചം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്റെ പൂജയാക്കേണ്ടത് ഇപ്പൊ തരില്ല. തെരലിൽ ഓളായിക്കും മേച്ചത്തെ കുപ്പായ എടുത്തു കണ്ടിട്ടാണ് ഞാൻ ഈ കുപ്പായ എടുത്തേക്കണത്. ഇതിപ്പോ ജിജി പൂജയാക്കേണ്ടത് അത് പോയി ഊരിട്ടോളൂ കുപ്പായം എല്ലാരും പോയി കുപ്പായം കിട്ടി കസറിയില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇട്ടിട്ട് ഇന്നുമോൾക്ക് ഉടുപ്പിട്ടെടുത്തോലെ ഇടക്കിടക്ക് ഇങ്ങനെ ചൊറി ഞാൻ പറഞ്ഞിരിക്കണ കുത്തുന്നതാണ് അപ്പൊ കുപ്പായ മാറ്റിക്കോ മേൽക്കഴുകിയൊക്കെ വേണമെങ്കിൽ കേട്ടോ അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓളെ രണ്ടാം നമ്പറിന്റെ അടുത്ത് രാമിക്കുട്ടിക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയതാ മെച്ചി മാപ്പിയും അവൾക്ക് മോതിരൊക്കെ കൊടുന്ന് എടുത്തിക്കണേ എല്ലാരും പോയി ഭയങ്കര ഹാപ്പി ഞാനും പോവാനും പോവാട്ടോ നാളെ ഞങ്ങളിവിടെ ഒരു ദിവസം കൂടെ അടിച്ചു വിളിക്കും ആ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരട്ടോ ഈ വിശേഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കുട്ടികൾക്കും